2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ഇപ്പോഴിതാ മോദി പ്രഭാവം അവസാനിക്കുന്ന ഈ സമയത്ത് അത് പിടിച്ചെടുക്കാനാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറപ്പിക്കുകയാണ്. അതിനായി 2029 പൊതു തെരഞ്ഞെടുപ്പിന് ഒരു ത്രിമുഖ തന്ത്രങ്ങളുമായിട്ടാണ് കോൺഗ്രസ് വാർ റൂമിൽ പദ്ധതികൾ ഒരുങ്ങിയിരിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയാണ് അതിനും ചുക്കാൻ പിടിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. 2024 വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് 2/3 ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് BJPക്കും സഖ്യകക്ഷികൾക്കും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ NDAക്ക് വെറും 293 സീറ്റുകളെ ലഭിച്ചിരുന്നുള്ളൂ. അതും BJP കേവല ഭൂരിപക്ഷത്തിന് താഴെ നിൽക്കുന്നു. എന്നാൽ ഇതിപ്പോൾ വെറും 20 സീറ്റിൻ്റെ ലീഡ് മാത്രം. ഇത്തവണ കൂടുതൽ മികച്ച തന്ത്രങ്ങളോടെ NDA അശ്വമേധത്തെ തടഞ്ഞു നിർത്താനുള്ള പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കി വരുന്നുണ്ട്. ഒന്നാമത്തെ പദ്ധതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ സാഹചര്യം എന്നേ നിലവിൽ വന്നു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ DMKയെ കൈവിട്ടുവെങ്കിലും ജോസഫ് വിജയ് അതിനേക്കാളും വലിയ ഇന്ത്യ മുന്നണിക്കാരനായി മാറി. TVKയെ പുണർന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ്. TVK എന്ന അതിവേഗം വളർന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഗുണം ദേശീയ തലത്തിൽ മുതൽക്കൂട്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കർണാടകയിൽ സിദ്ധാരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയതും സംസ്ഥാനത്ത് നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ ആർജിക്കണമെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ്. അതിന് ശിവകുമാറിന് കഴിയും. കർണാടകയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ചില BJP MLAമാരുടെ വോട്ട് പിടിച്ച്, അതുപോലെ MLC തെരഞ്ഞെടുപ്പിൽ BJP MLAമാരുടെ വോട്ട് കോൺഗ്രസിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവകുമാറിൻ്റെ കരുത്ത് തന്നെയാണ് തെളിഞ്ഞു വന്നത്. കേരളത്തിലെയും തെലുങ്കാനയിലെയും സീറ്റുകളിൽ ഭൂരിപക്ഷവും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നതും അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതും. ആന്ധ്രയിൽ YSR കോൺഗ്രസിൻ്റെ പിന്തുണ അഭ്യർത്ഥിക്കാനും പഴയ കോൺഗ്രസുകാരനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ ആ വാർ റൂമിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമ്പാദിക്കലാണ്. SPയെയും ചെറു പാർട്ടികളെയും കൂട്ടുപിടിച്ച് ഉത്തർപ്രദേശിൽ ജീവൻ മരണ പോരാട്ടം നടത്താനാണ് പാർട്ടി തയ്യാറാകുന്നത്. അയോധ്യയിലെ ഏറ്റവും വലിയ അഴിമതിയും അമ്പലം കൊള്ളയടിച്ചതുമടക്കം BJPക്കും സംഘപരിവാറിനും എതിരായി ജനഹിതം മാറുമ്പോൾ അത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് UPയിൽ നൽകുന്നത്. അതുപോലെ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും തിരിച്ചുപിടിക്കാനും കരുത്തോടെ പൊരുതുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ഈ 3 സംസ്ഥാനങ്ങളിലും 2028 അതായത് ലോക്സഭയ്ക്ക് മുന്നിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് മുന്നോടിയായി പാർട്ടി ഘടന ഉടച്ചുവാർക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഛത്തീസ്ഗഡും രാജസ്ഥാനും ഏകദേശം കോൺഗ്രസ് ഉറപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഇനി പശ്ചിമ ബംഗാളിൽ BJP നടത്തിയത് അതിശക്തമായ മുന്നേറ്റം തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഘടനയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും. അത് മറ്റുള്ള ഭാഗത്തു നിന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമാണ്. തൃണമൂലും ഇടതു പാർട്ടികളും കോൺഗ്രസുമായി കൈകോർക്കാൻ സാധ്യതയാണ് ഇപ്പോൾ പാർട്ടി കാണുന്നത്. BJPയെ തളച്ചിടാൻ തൃണമൂലിൻ്റെ പിന്തുണ സഹായിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ബീഹാറിലാണെങ്കിൽ നിതീഷ് കുമാർ രാജിവെച്ചതും BJP നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയിലെ പ്രശ്നങ്ങളുമൊക്കെ അനുകൂല ഘടകമാവുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല RJDയും കോൺഗ്രസും ചേർന്നാൽ ഇപ്പോഴുള്ളതിനേക്കാൾ സീറ്റുകൾ നേടാമെന്നും കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് പക്ഷ ശിവസേന ദുർബലമായത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്നാൽ NCPയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. കൂടുതൽ ശക്തമായ ശിവസേനയ്ക്ക് കഴിഞ്ഞ തവണത്തെക്കാളേറെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ BJP നിർബന്ധിതമാവുന്നതും വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ സൃഷ്ടിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പഞ്ചാബിൽ ചതുഷ്കോണ പോരാട്ടത്തിനാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുക. AAPയും കോൺഗ്രസും BJPയും അകാലിദളുമൊക്കെ അവിടെ സജീവമായിട്ടുണ്ട്. അകാലിദളുമായുള്ള BJP സഖ്യം തടയാനായിരിക്കും ഏത് വിധേനയും കോൺഗ്രസ് ശ്രമിക്കുക എന്നുറപ്പാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നേടാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും മണിപ്പൂരിലെ സംഘർഷാവസ്ഥ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ വികാരം ഇപ്പോൾ ആ മേഖലയിലെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ അലയൊലികൾ കണ്ടതുമാണ്. മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് വ്യാപകമായി വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്യുന്ന രീതിയിൽ പ്രകടന പത്രികകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള വാഗ്ദാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത് വാഗ്ദാനങ്ങൾ വെറും വാക്കായിരുന്നില്ല എന്ന് തെളിയിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും പാർട്ടിയിലുണ്ടായിരുന്ന കടുത്ത ഭിന്നത പരിഹരിച്ചാണ് BJP തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിടിച്ചുകെട്ടുക എന്നത് ശക്തമായ വെല്ലുവിളി തന്നെയാണ്.
2014 എല്ലാ അമ്പും നരേന്ദ്രമോദി എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. എന്നാൽ ഇപ്പോൾ BJP എല്ലാ അമ്പും രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് തിരിച്ചു വെക്കുന്നത്. അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. സാമ്പത്തിക രംഗത്തെ തിരിച്ചടികളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടാനും അതുപോലെ തന്നെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ളതിൽ കേന്ദ്ര സർക്കാർ തകർന്ന് തരിപ്പണമായതുമെല്ലാം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കോൺഗ്രസിന് സാധിച്ചാൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുതുതായും ഒന്നും ചെയ്യാത്ത നരേന്ദ്രമോദി ഭരണം മോദിക്ക് തന്നെ മടുത്ത മട്ടാണ്. മാത്രമല്ല 3 തവണ ഭരിച്ച ഒരാൾ തന്നെ 4ാം തവണയും വരുന്നത് ജനങ്ങൾ തീർച്ചയായും മടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് ജനപിന്തുണ ഏറുകയാണ്. അതും യുവജനങ്ങളും സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ജനസമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിജയപ്രതീക്ഷ സജീവമാകുന്നത്.